മായബേൽ എത്തിയിട്ട് കുറച്ചും ഇങ്ങനെ നടക്കാണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആദ്യം ഒരു സ്റ്റെപ്പ് ഇറങ്ങി, പിന്നെ ഇറങ്ങി, പിന്നെ ഇങ്ങോട്ട് നടന്നിങ്ങനെ പോവാണ്. അങ്ങനെ നടന്ന് ഇങ്ങനെ ആക്ച്വലി കറക്റ്റ് ഒരു ക്യൂവിൽ കൂടെ പോകാനുള്ള ഒരു സെറ്റപ്പേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഓവർ ക്രൗഡഡും കാര്യങ്ങളൊന്നുമല്ല, കറക്റ്റായിട്ട് ലൈൻ കീപ്പ് ചെയ്ത് എല്ലാവരും പോകുന്നതുകൊണ്ട് വൃത്തിക്കും മെനക്കും വലിയ ഉന്തും തൊള്ളവും ഇല്ലാണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റി. അപ്പോൾ ആ മണ്ണിൻ്റെ ആ നിറവും അവിടെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. പിന്നെ രാവിലെയും കൂടെ ആയതുകൊണ്ട് ഇങ്ങനെ അത്ര ചൂട് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ മായാബേലേക്ക് ഇങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ ഊരിയിട്ട് വേണം ഇതിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചിലേക്ക് എത്തി ഗായ്സ്. അങ്ങനെ നമ്മൾ മായാബേ വിറ്റ്നസ് ചെയ്തു. അപ്പം മായാബേനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ദ ബീച്ച് എന്ന് പറഞ്ഞ ഡികാപ്രിയുടെ സിനിമയ്ക്ക് ശേഷം, അതായത് 2000 ആ ഇയറിലാണ് അത് റിലീസ് ആയത്. അതിന് ശേഷം മായാബേ ബീച്ച് വളരെ ഫേമസ് ആൻഡ് പോപ്പുലറായി. അപ്പോൾ എന്ത് പറ്റുക വെച്ചാൽ ഈ ബീച്ച് ഭയങ്കര ഓവർ ക്രൗഡഡ് ആയി. ഇവിടുത്തെ ആൾക്കാർ ആ സമയത്തൊക്കെ ഇവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുമായിരുന്നു. അങ്ങനെ ഇവിടെ ഓവർ ക്രൗഡഡ് ആയി, ഭയങ്കര പൊല്യൂട്ടഡ് ആയി. അപ്പോൾ ഇവിടെ പണ്ട് ഷാർക്കൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ പിന്നെ പൊല്യൂട്ടഡ് ആയപ്പോൾ ഷാർക്കൊക്കെ വരാണ്ടായി, ഷാർക്കൊക്കെ പോയി. എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ബീച്ച് പിന്നെ ക്ലോസ് ചെയ്തു ഭയങ്കര പൊല്യൂട്ടഡ് ആയതിനു ശേഷം. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് പിന്നെ ഇത് ഓപ്പൺ ആക്കിയത്. ദാറ്റ് ഈസ് വിത്ത് എ കണ്ടീഷൻ ദാറ്റ് പെർ അവർ 300 പേഴ്സൺസിന് കയറാൻ പറ്റുള്ളൂ എന്ന്. ദിസ് മായാബേ ബീച്ച് ഇസ് ഇൻക്ലൂഡഡ് ഇൻ വൺ ഓഫ് ദർ നാഷണൽ പാർക്ക് ലിസ്റ്റില്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അത്രയും വളരെ സൂക്ഷിച്ചും വൃത്തിയിലാണ് ഇപ്പൊ ഇവിടെ കൊണ്ടു നടക്കുന്നത്. അപ്പൊ ഇപ്പൊ ഇവിടെ പെർ അവർ 300 പേഴ്സൺസിനാണ് കയറാൻ പറ്റുക. ആൻഡ് അതിന്റെ വൃത്തിമേനൊക്കെ കാണാനും ഉണ്ട് കേട്ടോ. മിസ് ചെയ്തിട്ട് ഒരു വേസ്റ്റ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. നല്ല ഭംഗിയിലാണ് അവരത് കീപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അപ്പൊ ഇവര് പറയുന്നത് എന്താ വെച്ചാല് ഇപ്പൊ ഇത് അധികം ഓവർ ക്രൗഡഡ് ആവാണ്ട് ഇവരിങ്ങനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെ ഷാർക്കും കാര്യങ്ങളൊക്കെ തിരിച്ചു വന്നു എന്നൊക്കെയാണ് പറയുന്നത്. നേരിട്ട് കാണാനായിട്ട് വളരെ 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 ബ്യൂട്ടിഫുൾ ആയിരുന്നു. അങ്ങനെ നമ്മൾ കുറേ ആൾക്കാരെയൊക്കെ കണ്ടു, അവർ ഫോട്ടോ എടുക്കുന്നത് കണ്ടു, കപ്പിൾസ് മെയിൻലി. പിന്നെ എന്താ പറയുക, പിന്നെ നമ്മളും കുറച്ചു നേരം അവിടെ ഇരുന്ന് കാഴ്ചയൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ ഇവിടെ നല്ല കാറ്റും ഉണ്ടായിരുന്നു. ആ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു നമ്മൾ. പിന്നെ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.